ഇതാണ് Virtus. അപ്പോൾ നമ്മളുള്ളത് ഗ്ലോബൽ പ്രീമിയറിലാണ്. Volkswagen Ventoൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് Virtus. അപ്പോൾ Virtusനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വണ്ടി മാറിയിട്ടുണ്ട്. അതായത് നമ്മളെങ്ങനെയാണ് വെൻറ്റോ കണ്ടു വെച്ചാൽ അതുപോലെ തന്നെ അല്ല. അപ്പോൾ വെൻറ്റോനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഗ്രോൺ അപ്പ് ആയിട്ടുണ്ട്, ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റിൽ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വോക്ക് അറൗണ്ട് പോലെ നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഒരു Volkswagen ഫേസ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ ഇതിനെ വ്യത്യാസപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രില്ലിൻ്റെയും ഒരു കണക്ഷൻ എന്ന് പറയുക വെച്ചാൽ ഈ DRL ടു ഈ ഗ്രില്ലിൻ്റെ കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ബമ്പേഴ്സിനകത്തും ഒരു കൃത്യമായിട്ടുള്ള റീവർക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വലിയൊരു മാറ്റം നമുക്ക് ബോണറ്റിൽ കാണാൻ പറ്റില്ല, കാരണം ബോണറ്റ് Volkswagenൻ്റെ തന്നെയാണ്. അപ്പോൾ Volkswagenൻ്റെ ഒരു പുതിയ സ്ട്രാറ്റജി 2.1 ഭാഗമായിട്ടാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇൻ ഡീറ്റെയിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സിലും ശരിക്കും നല്ലൊരു വ്യത്യാസമുണ്ട്. ഫോഗ് ലാംപ്സ് ശരിക്കും കംപ്ലീറ്റ്ലി LED അല്ല, പക്ഷേ ഒരു നോർമൽ ഹാലോജൻ ടൈപ്പ് ഓഫ് ഫോഗ് ലാംപ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം വന്നത് ഇവർ പറയുന്നത് ഇതിനെ കുറച്ചും കൂടി വൈഡർ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബമ്പറിലെ ഈ ക്രോമിൻ്റെ കണക്ഷൻസ് നമുക്ക് കുറച്ചും കൂടി വൈഡ് ചീക്ക് ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഫീൽ കിട്ടും. അതേ സെയിം ഫോളോ അപ്പാണ് നമ്മുടെ ഗ്രിൽസിലും വന്നിട്ടുള്ളത്. സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ആ വണ്ടിയുടെ ഒരു വലിപ്പം നമുക്കറിയാൻ പറ്റുക. ശരിക്കും നല്ല രീതിക്കുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടയർ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 ഇഞ്ചിൻ്റെ ടയേഴ്സിലാണ് ഇത് റൺ ചെയ്യുന്നത്. Volkswagen ആണ്, വെൻറ്റോ ആണെന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ മാറ്റങ്ങൾ അത്രത്തോളം വലിയ മാറ്റങ്ങളല്ല. കാരണം സൈഡ് ലൈൻസും ക്രീസസൊക്കെ ഏകദേശം Volkswagen സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ രീതി തന്നെയാണ്. നല്ല ക്ലീൻ ആണെന്ന് പറയാം. വെൻറ്റോനെ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ സംഭവമാണ് Volkswagenൻ്റെ അകത്ത് അല്ലെങ്കിൽ Virtusൻ്റെ അകത്ത് സൺറൂഫ് വന്നിട്ടുണ്ടോ എന്നല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സൺറൂഫ് അവൈലബിൾ ആണ്. ഒരു ഫുൾ സൈസ് സൺറൂഫ് അല്ല, പക്ഷേ ഒരു ആവശ്യത്തിന് വലിപ്പമുള്ള സൺറൂഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കൂടി ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വണ്ടി കുറച്ചുകൂടി വൈഡർ ആയിട്ടുണ്ട്. ആ വൈഡറിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബമ്പറിൻ്റെ അകത്ത് ആ ഒരു ക്രോമിൻ്റെ യൂസേജ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ബാഡ്ജിങ് നോക്കുകയാണെങ്കിൽ Virtusൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ TSIൻ്റെ ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. ലോഗോ ഇപ്പോൾ 2.0 അനുസരിച്ച് ഒരു 3D ലോഗോ മാറി 2D ആയി. അതിൻ്റെ ഒരു ഭംഗിയും വന്നിട്ടുണ്ട്. അതുപോലെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 521 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസ് ആണ്. ഒരു കുടുംബത്തിന് സുഖസുന്ദരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ അത്രത്തോളം ബൂട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഡൗൺ സൈഡ് ആയിട്ടുള്ള ഒരു സ്പെയർ വീൽ കൂടി കാണാൻ പറ്റും. ശരിക്കും വണ്ടി 2.0ൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഇന്ത്യനൈസ് ആയപ്പോൾ ഇതിൻ്റെ അകത്ത് മെറ്റൽസിൻ്റെ അകത്ത് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ആ ഒരു റിജിഡ് ആയിട്ടുള്ള Volkswagen പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സേഫ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സേഫ്റ്റിക്ക് നല്ല രീതിയിലുള്ള ഡ്രൈവാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Virtusൻ്റെ ശരിക്കും പറഞ്ഞാൽ Volkswagenൻ്റെ 2.0 എന്ന സ്ട്രാറ്റജി അനുസരിച്ച് വണ്ടി കംപ്ലീറ്റ്ലി അല്ല 80 to 90% ലോക്കലൈസ്ഡ് ആണ്. പക്ഷേ അതിൻ്റെ ലോക്കലൈസേഷൻ ഒന്നും നമുക്ക് ഡോർ അടയ്ക്കുമ്പോഴോ ബാക്കി എവിടെയും തോന്നില്ല. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി നല്ല രസകരമായിട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. നമുക്ക് എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ പ്രഭാവം കാണാൻ പറ്റും, പ്രത്യേകിച്ച് TFTയിലും അതുപോലെ ഇൻഫോർടൈൻമെൻ്റ് അകത്തും. ഇതിൻ്റെ AC കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കോ കണ്ടു മറന്ന കുഷാക്കിൻ്റെ ഒക്കെ ഫീൽ കിട്ടും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് വെൻറ്റോ ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിക്കുള്ളൊരു ഇൻറ്റീരിയർ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കാർക്ക് ഏറ്റവും വേണ്ട സംഭവമാണ് സൺറൂഫ്. അപ്പോൾ സൺറൂഫിൻ്റെ ഒരു പാനോറമിക് വേർഷൻ്റെ അത് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു നോർമൽ സൺറൂഫ് വന്നിട്ടുണ്ട്. അതുപോലെ IRVMs ഒക്കെ ഓട്ടോ ആയിട്ടുണ്ട്. സീറ്റ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ സീറ്റ്സ് നമ്മളെ കംഫർട്ടബിളി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ്. അതിനകത്തൊരു കൂളിംഗ് ഫെസിലിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല മാത്രമേ പറയുള്ളൂ. പക്ഷേ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഇലക്ട്രോണിക് ആയിരുന്നെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അപ്ഡേഷൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകിയെന്ന് പറയാം. Virtusൻ്റെ റിയർ സീറ്റ് കംഫർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തഡ്നെസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാം. കംഫർട്ടബിളി ബാക്കിൽ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ സീറ്റ്സിൻ്റെ ആ സ്ക്ലപ്റ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് നമ്മളെ കുറച്ചുകൂടി സഹായിക്കുന്നത്. പ്രത്യേകിച്ച് ബാക്കിനൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. AC-യുടെ വെൻസ് വരുന്നുണ്ട്, USB-C ടൈപ്പ് ഉണ്ട്. ഏകദേശം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് ലൈറ്റ്സും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ളൊരു പ്രൊപ്പോർഷൻ ആണുള്ള കാര്യം കൂടി പറയാം. സേഫ്റ്റിയുടെ കേസിൽ നോക്കുമ്പോൾ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഐസോഫിക് സീറ്റ്സ് അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് വേർഷൻ മുതൽ വണ്ടി കംപ്ലീറ്റ്ലി സേഫറാണ്, അതുപോലെ കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഒരു 1 ലിറ്ററെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 1.5 ആണ്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ 1 ലിറ്ററും 1.5 ലിറ്ററും തമ്മിൽ ശരിക്കും Volkswagenനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സ്ലാവിയ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം അതിൻ്റെ ഒരു പെയിൻറ്റ് ജോബിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. Volkswagenൻ്റെ കേസിലെത്തിയപ്പോൾ GT ലൈൻ എന്നൊരു വേരിയൻ്റ് ആണ് ഇതിൻ്റെ 1.5 വേർഷൻ. അപ്പോൾ GT ലൈനിലേക്ക് എത്തുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ എന്താ സംഭവിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു GTയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടി ബ്ലാക്ക് ഔട്ട് ആണ്. ആ ഒരു ബ്ലാക്ക് എവിടേക്കാണ് വരുന്നത് വെച്ചാൽ നമുക്ക് അലോയ്സിൻ്റെ അകത്തും ബ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തൊരു റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടിയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു GTയുടെ ബാഡ്ജിങ് കൂടി കാണാൻ പറ്റും. റിയറിൽ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്പോയിലർ ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും 1.5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇൻറ്റീരിയേഴ്സിലും ചേഞ്ചസ് ഉണ്ട്. ഇൻറ്റീരിയേഴ്സിൽ കംപ്ലീറ്റ്ലി വണ്ടി സ്പോർട്ടി ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡാഷ് ബോർഡിനകത്ത് റെഡ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സീറ്റിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റെഡ് സ്റ്റിച്ചിങ് കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു പുതിയ Virtusൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ലേറ്റസ്റ്റ് കോണ്ടൻറ്റാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു കോണ്ടൻറ്റുമായി കാണുന്നവരെ ദിസ് ഈസ് യുവർ ഹോസ്റ്റ് സെന്തിലസ് നായർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ഡ്രൈവ് സേഫ്. All Things Auto, powered by Club FM, India's only radio station that features automotive content.